ഹായ് അപ്പോൾ 20 മിനിറ്റിൽ ഈ ചാപ്റ്റർ സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകേണ്ടതുണ്ട്. ആൻഡ് എൻ്റെ കൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ നോക്കി, ഷാർപ്പ് 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് തീർക്കാം. സർ, ദ സം ഓഫ് ടു നമ്പേഴ്സ് ഇസ് 26. രണ്ട് നമ്പർ ഉണ്ട്, അതിൻ്റെ സമ്മ് 26 ആണ്, ഡിഫറൻസ് 2 ആണ്. എങ്ങനെയാണ് ഞാനിത് ചെയ്യുക, നമ്മളിത് ചെയ്യുക മക്കളെ? ഇതിൽ ഞാൻ 3-4 ക്വസ്റ്റ്യൻ ചെയ്യും. സോ എല്ലാ ക്വസ്റ്റ്യനും എത്തുമ്പോൾ മക്കൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്യണം. ഓക്കെ, പോസ് ചെയ്തിട്ട് നിങ്ങൾക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, എന്നിട്ട് വീഡിയോ വീണ്ടും ഓൺ ആക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ്റെ എൻഡ് പോയി നോക്കുക. ഞാൻ ചെയ്ത ആൻസറും സാർ ചെയ്ത ആൻസറും സെയിമാണ്. അങ്ങനെയെങ്കിൽ ഈ പോർഷൻ നിങ്ങൾ കാണുന്നില്ല, ബാക്കി കണ്ടാൽ മതി. ഓക്കെ ആണല്ലോ? ഇതെല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ചെയ്യണേ. സോ രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലേ ഇവിടെ, എക്സും വൈയും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുക? രണ്ടാളെ നമുക്ക് അറിയില്ലെങ്കിൽ എക്സും വൈയും എന്നാണ് കൊടുക്കുക. സോ നമ്പേഴ്സിനെ ഞാൻ ആദ്യം എന്തെടുക്കുന്നു? എക്സ് വൈ എന്നെടുക്കുന്നു. നമ്പേഴ്സ് ഏതൊക്കെയാണ്? എക്സും വൈയുമാണ്. ഏതാണെന്ന് എനിക്ക് അറിയൂല. സോ ഞാൻ എക്സും വൈയും എന്ന് വിളിക്കുന്നു. ഓലെ തമ്മിൽ കൂട്ടിയാൽ സമ്മ് അല്ലേ, തുക എത്രയാണ്? 26. ഓല ഈ രണ്ടിനെയും കൂട്ടിയാൽ 26 കിട്ടുമെന്ന് പറഞ്ഞത്. എങ്ങനെ എഴുതുക? എക്സ് പ്ലസ് വൈ സമം 26. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സമവാക്യം. ആൻഡ് പിന്നെ പറയാണ് അവരുടെ വ്യത്യാസം, ഡിഫറൻസ് എന്താണ്? 2 ആണ്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ കിട്ടുക? ഓലെ തമ്മിൽ കുറച്ചാൽ പോരെ? മതി. അപ്പോൾ അതെനിക്ക് 2 ആണ് കിട്ടുക എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. സോ എനിക്ക് ഇങ്ങനെ കിട്ടി. ഇപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി മക്കൾസേ? 2 ഇക്വേഷൻ കിട്ടിയില്ലേ? ഈ 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരാളെ ഒഴിവാക്കണം. ഇവിടെ എക്സിൻ്റെ എണ്ണം സെയിം ആണ്, വൈൻ്റെ എണ്ണവും സെയിം ആണ്. ഒന്നെങ്കിൽ ഇവിടെ എക്സ് ഇവിടെ എക്സ്, ഇത് തമ്മിൽ കുറയ്ക്കാം. ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കുറയ്ക്കാം. അല്ലെങ്കിൽ നോക്കി, ഇവിടെ പ്ലസ് വൈ ഇവിടെ മൈനസ് വൈ, ഇത് തമ്മിൽ കൂട്ടിയാലും എന്ത് ചെയ്യാൻ പറ്റും? വൈ ഒഴിവാക്കാൻ പറ്റും. നോക്കടാ, ഈ 1ഉം 2ഉം തമ്മിൽ കുറച്ചാൽ നമുക്ക് എക്സ് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കൂട്ടിയാൽ നമുക്ക് വൈ ഒഴിവാക്കാൻ പറ്റും. ഏത് വേണമെങ്കിൽ ചെയ്യാം. സോ ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ തമ്മിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? കൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളി, 1 + 2 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് എനിക്കറിയേണ്ടത്. എക്സും കൂട്ടിയാൽ 2x ആണ്, പ്ലസ് വൈയും മൈനസ് വൈയോട് കൂട്ടിയാൽ ക്യാൻസൽ ആയിപ്പോയി. 26ഉം 2 കൂടി കൂട്ടിയാൽ 28 ആണ്. 2x 28 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 28/2 14. ആൻസർ സിമ്പിൾ അല്ലടാ? സിമ്പിളാണ്. ഇനി എങ്ങനെ വൈ കാണുക? നമുക്കറിയാം എക്സ് പ്ലസ് വൈ എത്രയാണ്? 26 ആണ് എന്ന് നമ്മൾക്കറിയാം. ആൻഡ് ഇതിൽ എക്സ് ഇപ്പോൾ എത്രയാണെന്ന് നമുക്കറിയാം? 14 ആണെന്ന് അറിയാം അല്ലേ? എക്സ് എത്രയാണ്? 14 ആണ് എന്ന് നമുക്കറിയാം. സോ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 14 എന്ന് കൊടുക്കുന്നു. 14 + y സമം 26. ഇതിൽ നിന്ന് വൈ കിട്ടണം എന്ത് ചെയ്താൽ മതി? y = 26 ആണോ? അല്ല, y കിട്ടണമെങ്കിൽ ഈ 14 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ -14. അപ്പോൾ y സമം നമുക്ക് എത്ര കിട്ടും? ആൻസർ 12. സോ എക്സ് 12, y 14. സെറ്റ് അല്ലേടാ? നോക്കി, രണ്ടും കൂടി തമ്മിൽ കൂട്ടി എത്ര കിട്ടുക? 28 അല്ലേ? സോറി 24. ഇത് തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടുക? 2 ആണ് കിട്ടുക. സർ, ഇത് അടിപൊളി ക്വസ്റ്റ്യൻ, ഞങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ സർ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 പെൻസിലിനും 4 പെന്നിനും കൂടി 26 രൂപയായി. 6 പെൻസിലിനും 3 പെന്നിനും കൂടി 27 രൂപയായി. അങ്ങനെയെങ്കിൽ ഓരോന്നിനും എത്ര രൂപയാവും? ഇവിടെ 3 പെൻസിലിന് എത്ര രൂപയായി എന്ന് എനിക്ക് അറിയണമെങ്കിൽ ഒരു പെൻസിലിന് എത്ര രൂപയാണെന്ന് അറിയണം. പക്ഷേ എനിക്കത് അറിയൂല. സോ ഞാൻ ഒരു പെൻസിലിൻ്റെ വിലയെ എക്സ് എന്നെടുക്കുന്നു. ഒരു പെന്നിൻ്റെ വിലയെ എനിക്കറിഞ്ഞാലേ 4 പെന്നിൻ്റെ വില അറിയാൻ പറ്റൂ. സോ ഒരു പെന്നിൻ്റെ വില ഞാൻ വൈ എന്നും എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇക്വേഷൻ ഉണ്ടാക്കുക? 3 പെൻസിലും 4 പെന്നും വാങ്ങിയപ്പോൾ 26. ഒരു പെൻസിലിന് എക്സ് ഉറുപ്പ്യ. അപ്പോൾ 3 പെൻസിലിന് എത്ര രൂപയായി സാറേ? 3x രൂപയായി. എത്ര രൂപയായി? 3x രൂപയായി. ഓക്കെ ആണല്ലോ? പ്ലസ് ഇതിൻ്റെ കൂടെ എന്താ വാങ്ങിയത്? 4 പെന്ന്. ഒരു പെന്നിന് വൈ ആണേ 4 പെന്നിന് എത്ര? 4y. അപ്പോൾ 3 പെൻസിൽ വാങ്ങിയരെ 3x ആയി, 4 പെന്ന് വാങ്ങിയരെ 4y ആയി. അപ്പോൾ ടോട്ടൽ ഈ എമൗണ്ട്, ഈ പൈസ എത്രയാണെന്നാണ് പറഞ്ഞത്? 26 ആണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുമല്ലോ. എങ്ങനെ? 6x + 3y = 27. 6x + 3y = 27. സിമ്പിളായിട്ട് കിട്ടി രണ്ടാമത്തെ ഇക്വേഷൻ. ആൻഡ് എന്താണ് ഇനി ചെയ്യേണ്ടത് സാറേ? എന്താണ് ഇനി ചെയ്യേണ്ടത്? എക്സിൻ്റെ എണ്ണം സെയിം അല്ല, വൈൻ്റെ എണ്ണം സെയിം അല്ല. സോ എണ്ണം സെയിം ആയാലേ കൂട്ടിയാലോ കുറച്ചാലോ എന്ത് ചെയ്യാൻ പറ്റൂ? ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ 3x ഇവിടെ 6x നേരെ ഇരട്ടിയല്ലേ?
ഈ 3x-നെ 2 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് 6x ആക്കാൻ പറ്റും. പക്ഷേ ഈ 3x-നെ മാത്രം 2 കൊണ്ട് ഗുണിക്കാൻ പറ്റൂല. സോ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ മുഴുവനായിട്ട് 2 കൊണ്ട് ഗുണിക്കുകയാണ്. ഒന്നാമത്തെ ഇക്വേഷനെ ഗുണിക്കാൻ പോവാണ് 2 എന്ന് പറഞ്ഞ നമ്പറിനോട്. അപ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത് എന്നുള്ളത് നോക്കിയോളി. 3x-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6x പ്ലസ് 4y-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8y, 26-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 52. സോ ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ. മക്കൾസേ, ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻസ് നിങ്ങളൊന്ന് നോക്ക്. 2, 3 നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. രണ്ടിലും എക്സിൻ്റെ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ഗുണകം എന്താണ്? സെയിം ആണ്. സോ ഇവരെ തമ്മിൽ കുറച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഞാൻ 2-ൽ നിന്ന് 3 കുറയ്ക്കണം, 3-ൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പം നിങ്ങൾ നോക്കുക y എവിടെയാണ് അധികം ഉള്ളത് എന്ന്. y എത്രയിലാണ് അധികം? മൂന്നാമത്തേലധികം. സോ 3-ൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം? 2 കുറയ്ക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക? സാർ 6x കുറച്ചാൽ എക്സ് പോയി, 8y 3y കുറച്ചാൽ 5y ആണ്. 52 27 കുറച്ചാൽ സാർ 25 ആണ്. 5y 25 ആണെങ്കിൽ y എന്താണ്? 25 ഹരിക്കണം 5 എത്രയാണ്? 5 എന്നാണ് ആൻസർ കിട്ടുക. y എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇനി എങ്ങനെ എക്സ് കിട്ടുക? y 5 എന്ന് കിട്ടി, എക്സ് എങ്ങനെയാ കിട്ടുക? സിമ്പിൾ സാർ, ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. 3x + 4y = 3x + 4y = 26. ഇത് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിരുന്നു. ഇത് ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതി. പക്ഷേ ഇതിലിപ്പോൾ ഒരാളെ നമുക്കറിയാം. ആരാ? y 5 ആണെന്നറിയാം. y എത്രയാണെന്നറിയാം? 5 ആണെന്ന് നമുക്കറിയാം. സോ ഞാൻ ആ y-ൻ്റെ സ്ഥാനത്ത് 5 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഇക്വേഷൻ ബാക്കിയാക്കാൻ പോവുകയാണ്. ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. സോ 3x ഇവിടെ തന്നെ കേട്ടെ, പ്ലസ് 4y എന്ന് പറഞ്ഞാൽ 4 × 5 എത്ര? 20 = 26. ഇതിൽ നിന്ന് 3x കിട്ടണേ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ഈ പ്ലസ് 20-നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്താ ഇത്? 26 - 20 എത്ര? 6. 3x 6 ആണെങ്കിൽ x എത്ര? 6. ഈ 3 ഇങ്ങോട്ട് വന്നാൽ ഹരിക്കണം 3 എത്ര? 2 എന്ന് കിട്ടി. സോ എനിക്ക് കിട്ടി എന്ത്? പെൻസിലിൻ്റെ വില x എന്നും പെന്നിൻ്റെ വില y എന്നും അല്ലേ നമ്മളെടുത്ത്? പെൻസിലിൻ്റെ വില എന്തെന്നാണ് എടുക്കുന്നത്? നമ്മൾ x എന്നാണ് എടുക്കുന്നത്. പെന്നിൻ്റെ വില നമ്മൾ എന്താ എടുക്കുന്നത്? y എന്നാണ് എടുക്കുന്നത്. ആൻഡ് എനിക്ക് രണ്ടും കിട്ടി. നമ്മളുടെ ആൻസർ എന്താണ്? ലാസ്റ്റ് ചെയ്ത പ്രൈസ് ഓഫ് പെൻസിൽ, പ്രൈസ് ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിൻ്റെ വില എത്രയാണ് സർ? അതിനെയാണ് നമ്മൾ x എന്നെടുത്തത്. അപ്പോൾ 2 രൂപയാണ്. പ്രൈസ് ഓഫ് എ പെൻ, ഒരു പെന്നിൻ്റെ വില എത്ര? 5 രൂപ. സാർ എന്തെങ്ങനെ എഴുതി? ഒന്നുമില്ല, മുകളിലുള്ള എന്നെ താഴോട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, നിങ്ങളിങ്ങനെ എഴുതി വെക്കരുത്, നിങ്ങൾ ആൻസറിലെത്തണം. സെറ്റാണല്ലോടാ? സാറേ സെറ്റാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതാട്ടോ ഇംഗ്ലീഷ് മലയാളംകാരെ ക്വസ്റ്റ്യനൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മലയാളികൾക്കുള്ള അടുത്ത ക്വസ്റ്റ്യൻ ദാ ഇവിടെയും ഉണ്ട്. സോ പോസ് ചെയ്യുക, ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇവിടേക്ക് വരുമ്പം 4 ടൈംസ് എ നമ്പർ ആൻഡ് 3 ടൈംസ് അനദർ നമ്പർ. 2 നമ്പർ ഉണ്ടല്ലേ ഇവിടെ? ഓക്കെ, 4 ടൈംസ് എ നമ്പർ ആൻഡ് 3 ടൈംസ് അനദർ നമ്പർ. ഇതും കൂടി കൂട്ടിയപ്പോൾ 43 കിട്ടി. 2 ടൈംസ് ദ സെക്കൻഡ് നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം 3 ടൈംസ് ദ ഫസ്റ്റ് നമ്പർ ഗിവ്സ് 11. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഇവിടെ 2 നമ്പർ ഉണ്ട്, എക്സും വൈയും അല്ലേ? ഫസ്റ്റ് നമ്പറും ഉണ്ട്, സെക്കൻഡ് നമ്പറും ഉണ്ട്. ഫസ്റ്റ് നമ്പറിൻ്റെ 4 ഇരട്ടിയും രണ്ടാമത്തെ നമ്പറിൻ്റെ 3 ഇരട്ടിയും കൂടി കൂട്ടിയപ്പം 43 കിട്ടി. പിന്നെയോ രണ്ടാമത്തെ നമ്പറിൻ്റെ 2 ടൈംസ് ദ സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ നമ്പറിൻ്റെ 2 ഇരട്ടി കുറച്ചു എവിടുന്ന്? 3 ടൈംസ് ദ ഫസ്റ്റ് നമ്പർ, അപ്പോൾ 11 കിട്ടി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട് നിങ്ങൾ തോന്നും. മക്കൾ ആദ്യം തന്നെ എന്ത് കൊടുക്കുക? നമ്പേഴ്സിന് പേരങ്ങ് കൊടുക്കുക. ഫസ്റ്റ് നമ്പർ എന്താണെന്ന് എഴുതുക? എക്സ് ആണെന്ന് അങ്ങ് എടുക്കുക. സെക്കൻഡ് നമ്പർ എന്താണെന്ന് എടുക്കുക? വൈ ആണെന്നും എടുക്കുക. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ എത്ര? വൈ എന്നെടുക്കുക. സെക്കൻഡ് നമ്പർ വൈ എന്നും എടുക്കുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ ഭയങ്കര സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിയോ, 4 ടൈംസ് ആദ്യ നമ്പർ, എ എന്ന് പറഞ്ഞ നമ്പർ ആണ് ആദ്യത്തെ നമ്പർ. 4 ടൈംസ് ആദ്യത്തെ നമ്പർ, ആദ്യത്തെ നമ്പർ ആരാ? എക്സ് ആണ്. അതിൻ്റെ 4 ടൈംസ് ആരാ? 4x ആണ്. ഓക്കെ 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 4 ടൈംസ് എ നമ്പർ. ഓക്കെ, അത് നമ്മൾ എഴുതി. ആൻഡ് 3 ടൈംസ് അനദർ നമ്പർ, രണ്ടാമത്തെ നമ്പർ അല്ലേ? 4 ടൈംസ് ഒരു നമ്പർ, ആദ്യത്തെ നമ്പറിൻ്റെ 4 ടൈംസ്, അപ്പോൾ 4x. 3 ടൈംസ് അനദർ നമ്പർ, രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ y എന്നാണ് എടുത്തത്, അപ്പോൾ അതിൻ്റെ 3 ടൈംസ് എത്ര? 3y. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 43 കിട്ടി. ഓക്കെ,
ആദ്യത്തെ നമ്പറിൻ്റെ 4 ടൈംസ് 4x പ്ലസ് രണ്ടാമത്തെ നമ്പർ y ആയിരുന്നു അതിൻ്റെ 3 ടൈംസ് എത്ര 3y. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ എന്ത് കിട്ടി എന്നാണ് പറഞ്ഞത്? 43 കിട്ടി എന്നാണ് പറഞ്ഞത്. സോ സിമ്പിളായിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ആൻഡ് രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരിക്കും? 2 ടൈംസ് ദ സെക്കൻഡ് നമ്പറിൻ്റെ 2 ടൈംസ്, അതായത് 2y എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു, കുറച്ചു. എവിടുന്നാണ് കുറച്ചത്? 2y കുറച്ചു എന്നാണ് പറഞ്ഞത്. എവിടുന്നാണ് കുറച്ചത്? അത് നോക്കൂ. 3 ടൈംസ് ദ ഫസ്റ്റ് നമ്പറിൻ്റെ 3 ടൈംസ് എന്നാണ് കുറച്ചത്. അപ്പോൾ 3x - 2y = 11 എന്നാണ് എഴുതുക. മലയാളികൾ നോക്ക്, ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന്, ആദ്യത്തെ സംഖ്യ ഏതാ? x, അതിൻ്റെ 3 മടങ്ങ് ഏതാ? 3x. അതിൽ നിന്ന് കുറച്ച് എന്ത്? രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ്, അതായത് 3x നിന്ന് എന്ത് കുറച്ചു? 2y കുറച്ചു, 11 കിട്ടി എന്ന് പറഞ്ഞത്. നോക്കടാ, രണ്ടാമത്തെ സംഖ്യയായ y-ൻ്റെ 2 ടൈംസ് 2y ഇത് കുറച്ചു. എവിടുന്നാ കുറച്ചത്? ആദ്യത്തെ സംഖ്യയുടെ 3 ഇരട്ടിയിൽ നിന്ന്. അപ്പോൾ = കിട്ടി 11. അതാണ്. ഓക്കെ ആണല്ലോ, സെറ്റാണ്. സോ അത് സെറ്റാണ്. ഇനി നമ്മൾ നോക്കുകയാണ് 3x - 2y = 11. നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. 3x - 2y = 11. സോ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? സർ, ഇവന്മാർ എന്തെങ്കിലും ചെയ്തിട്ട് ഒരാളെ ക്യാൻസൽ ചെയ്യണം. സർ, ഇവിടെ x 4 ആണ്, y 3 ആണ്. സോറി, x ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്. y ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. സെയിം അല്ല അല്ലേ? ആൻഡ് നമ്മൾ സിംപ്ലി നോക്കുകയാണ്, ഇതിനെ സെയിം ആക്കാൻ പറ്റുമോ? 3 2 കൊണ്ട് ഗുണിച്ചാൽ 6 ആയിപ്പോയി. പറ്റൂല അല്ലേ? പറ്റൂല. സിംപ്ലി ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ സെയിം ആക്കാൻ നോക്കുക. പറ്റുമോ? നോക്ക്. 2 2-നെ 1 2 കൊണ്ട് ഗുണിച്ച് നോക്കിയപ്പോൾ 4 ആയിപ്പോയി. പറ്റൂല, 3 വേണ്ടി. സോ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? ഇത് നടക്കൂല എന്ന് മനസ്സിലായി അല്ലേ? അങ്ങനെയല്ല, നേരത്തെ ഒക്കെ ചെയ്ത് പോകണേ സിമ്പിളായിട്ട് ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നടക്കൂല എന്ന് മനസ്സിലായി. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്നോ, ഇതെന്നെ രണ്ടിനെയും സെയിം ആക്കണമെങ്കിൽ എന്താ ചെയ്യുക? 4-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8, 3 2 കൊണ്ട് ഗുണിച്ചാൽ 6. സെയിം ആവുന്നില്ല. 4-ൻ്റെ ഗുണന പട്ടിക എങ്ങനെ പോകുന്നത്? 4 8 12 ഇങ്ങനെയാണ് പോകുന്നത്. 3-ൻ്റെ എങ്ങനെയാണ് പോകുന്നത്? 3 6 9 12 ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇതിൽ എങ്ങനെയാണ് സെയിം ആക്കുക? സാറേ 12 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഇവന്മാർ രണ്ടാളെയും സെയിം ആക്കാൻ പറ്റും. സോ ആ 12ലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ 4x-നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 ആകുക? 3 കൊണ്ട് ഗുണിച്ചാൽ. സോ ഇതിനെ ഞാൻ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോഴാണ് 4x-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12x ആകുന്നത്. ആൻഡ് ഈ 3x-നെ ഞാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 12 ആക്കണമെങ്കിൽ 4 കൊണ്ടും ഗുണിക്കണം. അപ്പോഴേ ഇവന്മാർ സെയിം ആവുള്ളൂ. സോ നമ്മൾ ചെയ്യാൻ പോകുന്നു, ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 4x അല്ലേ? ഇതിനെ 12 ആക്കണമെങ്കിൽ എന്തിനാ 12 ആക്കുന്നത്? എക്സിൻ്റെ എണ്ണം സെയിം ആക്കണം. സെയിം ആവണമെങ്കിൽ 12 സെയിം ആവും. സോ ഞാൻ ഒന്നാമത്തെ ഇക്വേഷന് ഗുണിക്കുന്നു. എത്ര കൊണ്ട്? 4x-നെ 12 ആക്കണമെങ്കിൽ 3 കൊണ്ട് ഗുണിക്കണം. സോ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ 3 കൊണ്ട് ഗുണിക്കുന്നു. അതേ സമയം തന്നെ ഞാൻ എന്തു ചെയ്യും? രണ്ടാമത്തെ ഇക്വേഷനെ, ഇതിനെ 12x ആണ്ടേ, പക്ഷേ ഇതിനെ എത്ര കൊണ്ടാണ്? 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്? അല്ല, 4 കൊണ്ടാണ്. സോ ഇതിനെ ഞാൻ 4 കൊണ്ടും ഗുണിക്കുന്നു. നമുക്ക് നേരത്തെ ഒക്കെ ചെയ്തതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ സംഭവിക്കുക? 1-നെ 3 കൊണ്ട് ഗുണിച്ചാൽ, സോ ഇവിടെ എനിക്ക് 12x കിട്ടും. പ്ലസ് 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 9y = 129. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇവിടെ എന്താ കിട്ടുക? 2-നെ 4 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിച്ചാൽ 3x × 2 എത്ര? 6x മൈനസ് 2y-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4y, 11-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 22 എനിക്ക് കിട്ടി. നാലാമത്തെ ഇക്വേഷൻ. സോ അടുത്തതായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണ്? സെയിം ആയില്ലേ? ഇനി വരെ തമ്മിൽ കുറച്ചാൽ പോരെ? മൂന്നാമത്തെ നാലാമത്തെ ഇക്വേഷൻ തമ്മിൽ 6x അല്ലടാ 12x. രണ്ടാമത്തേനെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 12x. എത്ര? 12x. ഓക്കെ, സെയിം ആക്കണ്ടിട്ടാണ് ഗുണിച്ചത് തന്നെ. എന്നിട്ട് പോയി തെറ്റിക്കുന്നു അടി. സോ ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണോ? x സെയിം ആയി. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണോ? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. സർ, y എവിടെ കൂടുതൽ? 3-ലാണ് കൂടുതൽ. സോ 3-ൽ നിന്ന് 4 കുറയ്ക്കാം. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് എന്താ? 3 - 4 നമ്മൾ അടുത്ത് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ കിട്ടുക നോക്കാം. സോ 12x 12x കുറച്ചാൽ പോയി. 9y-ൽ നിന്ന് -4y കുറയ്ക്കണം. അതിങ്ങനെ തന്നെ ഇതാ. 9y-ൽ നിന്നും -4y എന്ത് ചെയ്യണം മുത്തൂസേ? സാറേ കുറയ്ക്കണം. 9y-ൽ നിന്ന് -4y കുറയ്ക്കണം. ഓക്കെ, എന്നിട്ടോ = 129-ന് 22 കുറയ്ക്കണം. 129-ന് 22 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടുക? 129 - 22. അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക? സർ, 2 മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ് ആവും. അപ്പോൾ 9y
പ്ലസ് 4y അല്ലേ, എന്താ വരിക 9y പ്ലസ് 4y ഈക്വൽ ടു 120 ആണോ? അല്ല, 107. ഓക്കെ, ഇനിയോ 9yയും 4y കൂടി കൂട്ടിയാൽ എത്ര? 13y ഈക്വൽ ടു 107. y കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 107 ഹരിക്കണം 13 കിട്ടുമോ? 5 ആണോ ആൻസർ? അല്ല. 6 ആണോ? 60 അല്ല. 10 ആണോ? അല്ല, 130. 9 ആണെങ്കിൽ എത്ര വരിക? 9 ആണോ? എനിക്ക് തോന്നുന്നു 8 ആണോ? അല്ല, 9 ആയിരിക്കും ആൻസർ വരിക. 107 ഹരിക്കണം 13 തന്നെ അല്ലേ വരിക? 3 × 4 9. അയ്യോ, ഞാൻ ഇവിടെയും തെറ്റിച്ചില്ലേ? നോക്കടാ, സോറി, ഞാൻ ഇവിടെയും തെറ്റിച്ച്. നോക്ക്, ഈ രണ്ടാമത്തെ ഇക്വേഷനെ മുഴുവനായിട്ട് നമ്മൾ 4 കൊണ്ട് ഗുണിക്കുന്നുണ്ട് അല്ലേ? സോ 3x-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12x, 2y-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 8y ആണ് വരിക. 8y ആണ് വരിക. എത്ര വരിക? 8y ആണ് വരിക. എനിക്ക് എവിടെയോ ഒരു വശപ്പശക്ക് തോന്നിയിട്ടുണ്ട്. 8y ആണ് വരിക. ഓക്കെ, സോ ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പോൾ എന്താ വരിക? 9y മൈനസ് 4y ആണോ വരിക? അല്ല, മൈനസ് 8y ആണ് വരിക. ഓക്കെ, സോറിടാ, മൈനസ് 8y ആണ് വരിക. സോ നമ്മുടെ ആൻസർ എന്താണ് വരിക? 9y, ഇത് പ്ലസ് ആയി, പ്ലസ് എത്ര? 8y എന്നാണ് വരിക. പ്ലസ് എത്രയാണ്? 8y എന്നാണ് വരിക. ഈക്വൽ ടു 107. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര? 17y ആണ് വരിക. 17y ഈക്വൽ ടു 107. ആൻഡ് y ഈക്വൽ ടു 107 ഹരിക്കണം 17. എത്ര ആയിരിക്കും വരിക? 107 ഹരിക്കണം 17. 5 ആണെങ്കിൽ എന്താ വരിക? 5 ആയിരിക്കില്ല, എന്നാലും 107 ഹരിക്കണം 17. 5 ആണെങ്കിൽ 170ൻ്റെ പകുതി 80, പിന്നെ 115. 107 ഹരിക്കണം 17 6 ആണോ? എത്ര ആടാ വരിക? 107 ഹരിക്കണം 17. 107 എന്നല്ലേ? ആ നമ്പറിൽ മാറ്റമുണ്ടോ? ഇല്ല അല്ലേ? 107. അയ്യോ, വീണ്ടും ഞാൻ തെറ്റിച്ചടാ, വീണ്ടും ഞാൻ തെറ്റിച്ചേ. ഇതാ 3x മൈനസ് 2y ഈക്വൽ ടു 11 അല്ലേ? ആണല്ലോ. ഓക്കെ, ഇതിനെ ഞാൻ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 3x × 4 12x, 2y × 4 8y, 11 × 4 എത്ര വരിക? 44. എന്താണ് 44 അല്ലേ സാറേ വരിക? 44 അല്ലേ വരിക? അപ്പോൾ ഇവിടെ 129 മൈനസ് 44 എന്നല്ലേ വരിക? മൈനസ് 44 എന്നല്ലേ വരിക? 129 44 കുറച്ച് എത്ര? 85 ആണ് ആൻസർ വരിക. എത്ര? 85 ആണ് ആൻസർ വരിക. ഇവിടെ എത്ര വരിക? 85 ആണ് വരിക. അതുപോലെ ഇവിടെയും എത്ര ആണ് വരിക? 85 ആണ് വരിക. അപ്പോൾ y ഈക്വൽ ടു 85/17 എന്നാണ് വരിക. y ഈക്വൽ ടു 85/17 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരിക? 5 എന്നാണ് വരിക. അല്ലേ? അല്ലേടാ? ആണ്, കറക്റ്റാണ്. സോറിയടാ, സോറി. സോ സെറ്റാണല്ലോ, എല്ലാവർക്കും സെറ്റാണല്ലോ ഇത്? സാറേ, ഇത് വളരെ സെറ്റാണ്. ഞങ്ങൾക്ക് കിട്ടി എത്ര? y 5 ആണ്. y എത്രയാണ്? 5 ആണ്. ഇനി ഇതിൽ നിന്ന് x എങ്ങനെയാണ് കിട്ടുക? സിമ്പിൾ, ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് ചെയ്താൽ 4x + 3y = 43. 4x + 3y = 43. ഇതിൽ നിന്ന് ഇപ്പം y 5 ആണെന്ന് അറിയാലോ. സോ 4x + y എത്ര? 5. അപ്പോൾ 3 × 5 15 = 43. അപ്പോൾ 4x എത്ര വരിക? 43-ന്ന് 15 കുറയ്ക്കുക, എത്ര വരിക? 28 ആണ് വരിക. x എത്ര വരിക? 28 ഹരിക്കണം 4 എത്രയാണ്? 7 ആണ് വരിക. സോ എക്സും കിട്ടി, വൈയും കിട്ടി. സെറ്റാണല്ലോ? എക്സും കിട്ടി, വൈയും കിട്ടി. സെറ്റാണല്ലോടാ? അല്ലേ? ദാ y നമുക്ക് കിട്ടി 5 ആണ്, എക്സ് കിട്ടി എത്ര? 7 ആണ്. എല്ലാവർക്കും സെറ്റാണല്ലോടാ? സോ മക്കൾസേ, ദാ നമ്മൾ ഷാർപ്പ് 20 മിനിറ്റിൽ ഇതിൻ്റെ മുഴുവൻ പരിപാടികളും തീർത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഗുണിച്ചതിൽ 1ാം ക്ലാസ്സിലെ മക്കളെ പോലെ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? സെറ്റാണ് കേട്ടോ. സോറി, ഞാനിത് ഗുണിച്ചപ്പം ഇവിടെയും തെറ്റി, ഒരു സ്ഥലത്താണ് തെറ്റിയെങ്കിൽ പോട്ടേന്ന് വെക്കാം. 2 സ്ഥലത്തൊക്കെ തെറ്റിയാൽ ഇനി മേലിൽ ആവർത്തിക്കരുത്. ഓക്കെ, ആവർത്തിക്കൂല എന്ന് പറയാൻ പറ്റൂല. തെറ്റല്ലേ? തെറ്റൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും. സോ മകളെ, 20 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഈ 3 പ്രോബ്ലം നിങ്ങൾക്ക് സെറ്റാണെങ്കിൽ പിന്നെ ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്സ് ഇഷ്ടമുള്ളതായിട്ടുള്ള സകലർക്കും അയച്ചു കൊടുക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.